എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുക്കനെ പിടിച്ച് മാറ്റിയിട്ടായിരുന്നു. മാറുന്നില്ലടാ, തൊട്ടാ കറുത്തു പോകും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത്. ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് പറയുന്നത് ഇവളാണ്. മുത്തി ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരി, എല്ലാ കമന്റിലും നമ്മളെയൊക്കെ മാറി കിടന്ന് ഇവിടെ നമുക്ക് ഭയങ്കര കാണാൻ നല്ല ഐശ്വര്യമാണ്. അയ്യോ ഇത്തിരി കൊച്ചു പിള്ളേരാണ്, നല്ല സുന്ദരികളാണല്ലേ. ഞാളിനി കമന്റ് സുന്ദരി അല്ലെന്ന് പറയണത്. അതാണ് കോമഡി. അത് കേൾക്കാനും കൂടെ ഞാൻ വന്നത്. പറ. ഇവിടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാല് ഒരു മരണ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഫേസ്ബുക്ക് പ്രണയം. യൂട്യൂബ് നിർത്താൻ വരെ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പിറന്ന ആരും യൂട്യൂബ് ഒന്നും തുടങ്ങാറില്ല. അതും പുറത്തുള്ള ആൾക്കാരെല്ലാം നമ്മളെ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ ആൾക്കാരാ. അപ്പൊ അതെങ്ങനെ ഈ പെമ്പുള്ളവരൊക്കെ ഇങ്ങനെ ചാടി നടക്കുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമൊന്നും ആന്ന് പറയും. ഒരു കല്യാണം കഴിഞ്ഞു, നാലാമത്താണ് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങുമല്ലോ. ഇല്ല, എല്ലാവരും യൂട്യൂബില് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കെട്ടുന്നില്ലേ, മുതുക്കായല്ലോ, അവർക്കാണ് പ്രശ്നം. എന്റെ കൂടെ ഇന്ന് 4 പെൺതരികളാണ് ട്ടോ ഉള്ളത്. ടീം ബ്ലാക്ക് ഹണ്ടേഴ്സ് ടീം. വെൽക്കം. ഇങ്ങനെ സ്റ്റക്കായി എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ലാതെ പോണു. ഇപ്പൊ കല്യാണ തിരക്കിലാണ് ഇവരൊക്കെ, ഭയങ്കര ബിസിയാണ് ആൾക്കാരൊക്കെ. കല്യാണം കഴിഞ്ഞ ഒരാളും കൂടി ഉണ്ട്. ഇനി കല്യാണം കഴിക്കാനായിട്ട് അടുത്ത രണ്ടുപേര് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതിന്റെ ഷോപ്പിങ്ങും ബഹളമൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എവിടം വരെ ആയി ഷോപ്പിംഗ് ഒക്കെ? ഷോപ്പിംഗ് ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന് സ്വർണത്തിന്റെ കുറച്ച് ആഡായിരുന്നു തോന്നുന്നു അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആണ്, പക്ക ലവ് വിത്ത് അറേഞ്ച്. ഓ, അതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കി. ഇവിടെയും ലവ് മാരേജ് ആയിരുന്നു. അതിന്റെ എന്താ പറയാ, അതിന്റെ ചെറിയ കുട്ടി സ്റ്റോറിയൊക്കെ ഇല്ലേ? അതാണ് കോമഡി. അത് കേൾക്കാനും കൂടെ ഞാൻ വന്നത്. പറ. ഇവിടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാല് ഒരു മരണ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഫേസ്ബുക്ക് പ്രണയം. ഫേസ്ബുക്ക് പ്രണയമായിരുന്നു. ഇവര് ശരിക്കും പറഞ്ഞ കസിൻസ് ആണ് ട്ടോ. ഇവർ രണ്ടും നാത്തൂന്മാരാണ്. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്താ വിചാരിക്കണെന്നറിയോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് വിചാരിച്ചത്. എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്സ് ആണെന്നാ ചോദിക്കുക. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഇവര് ഫ്രണ്ട്സ് അല്ല ഗൈസ്, കസിൻസ് ആണ് എന്നുള്ളത്. 2 പേര് കുഞ്ഞമ്മയുടെ മക്കളും 2 പേര് നാത്തൂന്മാരും ആണ്. അതെ, മരണ വീട്ടിൽ ചെന്നപ്പോഴേക്ക് പറ്റിയതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഈ യൂട്യൂബ് ചാനലില്ലേ, എങ്ങനെ തുടങ്ങാന്നൊക്കെ ആരാ ഫസ്റ്റ് പറഞ്ഞു? നിങ്ങൾ 4 പേരില് ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവും. കൊറോണ ആയിട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു എന്റെ പ്രണയവും കൂടെ പിടിച്ച ടൈം. അപ്പൊ ആ ഒരു ലെവലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആകെ മൂകതയും വിഷമൊക്കെ ആയി. പിന്നെ ഇവളെ വീട്ടിലാകെ സീനായിരുന്നു. എല്ലാരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിലായിരുന്നു അണ്ണന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ മുക്തേ വന്നു. അപ്പൊ മുന്നേ പറഞ്ഞു, ചേച്ചി നമ്മൾ എന്തിനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എല്ലാരും ഇപ്പൊ യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്, വെറുതെ തുടങ്ങിയ കാര്യമാണ്. അങ്ങനെ ഈ നിലയിൽ വരെ എത്തി. ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ 15 ലക്ഷം ആവാറായി. അത്യാവശ്യം വരുമാനമൊക്കെ ആയി തുടങ്ങുമ്പോ ഇപ്പുറത്തോട്ടൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, ഓ ഇപ്പൊ വലിയ കാശൊക്കെ ആയില്ലേ? ചോദിക്കാറുണ്ട്. പൈസക്ക് എന്തിനാണ് വെറുതെ ദൂർത്തടിച്ച് കളയുന്നത്? അന്ന് മേടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇന്ന് നമ്മള് മേടിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇട്ടുകൊണ്ട് നടക്കുന്ന കാണുമ്പോ ഇപ്പൊ നമ്മളെ സ്വന്തം പൈസക്ക് വില പോലും നോക്കാറില്ല. പോയി പൈസ ഒന്നൊരു പ്രശ്നമില്ല. യൂട്യൂബ് നിർത്താൻ വരെ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പിറന്ന ആരും യൂട്യൂബ് ഒന്നും തുടങ്ങാറില്ല. അങ്ങനെ കാരണം ഇവിടെ ഒരു ഇതല്ലേ, ഏരിയ ആയതുകൊണ്ട്. അതും പുറത്തുള്ള ആൾക്കാരെല്ലാം നമ്മളെ വീട്ടിനുള്ളിലുള്ള ആൾക്കാരാ. അപ്പൊ അതെങ്ങനെ? ഇവര് പറയും നമ്മൾ യൂട്യൂബ് ഒന്നും തുടങ്ങുന്ന അത്ര നല്ലതൊന്നും അല്ല, ഈ പെമ്പുള്ളവരൊക്കെ ഇങ്ങനെ ചാടി നടക്കുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ മുന്നേടെ മുത്തിന്റെ അച്ഛനൊക്കെ ഗൾഫിൽ നിന്ന് ഒരുപാട് കുറച്ച് അസുഖമായിട്ടാണ് വരുണ്ടായി. അപ്പം അവരെ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നത്. അപ്പം ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സ്റ്റേജ് ഇവര് നമുക്ക് കൊണ്ടുതരുമോ പൈസ?
ഉണ്ടാക്കണം. ഈ പറയുന്നവരോട് കേൾക്കാൻ കേട്ടോ. അവര് നിൽക്കുള്ളൂ, സഹായിക്കാൻ നിൽക്കത്തില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ വീട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു യൂട്യൂബിന്റെ ആ ഒരു ഇതുകൊണ്ട്. ഇപ്പൊ ആദ്യമേ നിങ്ങളെ ഒരുപാട് പേര് എന്താ പറയാ ബാക്കൗട്ട് വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ കളിയാക്കലുകൾ ഒരുപാടായിരിക്കും. എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടാ നിങ്ങൾ ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ നിർത്താം, ഇതിന്റെ ആവശ്യമില്ല, വെറുതെ ചീത്ത വീഡിയോ ഒരുപാട് ബാഡ് കമന്റ്സ് നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, നിർത്താന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അത് കൊണ്ടങ്ങ് വൈറലായി. അത് ഏത് വീഡിയോ ആയിരുന്നു? അത് നമ്മള് തോട്ടിൽ മീൻ പിടിക്കാൻ പോയി. അത് പക്ഷെ കണ്ടന്റ് ബേസ്ഡ് ആയിരുന്നു. അത് അങ്ങ് വൈറലായെന്ന് പറഞ്ഞാൽ ബാഡ് കമന്റ്സ് ആയിരുന്നു, പക്ഷെ വ്യൂസും ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കമന്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് പിന്നെ കേറി സെറ്റ്. പിന്നെ വീണ്ടും നമ്മൾ അതേപോലെ കണ്ടന്റ് വീഡിയോസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും നാളും കണ്ടന്റ് വീഡിയോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും ചെറിയൊരു ബ്രേക്ക് എടുത്തതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് മനസ്സിലായത് മനസ്സിലായത് നിങ്ങളെ ലോങ് വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ അല്ലേ കൂടുതൽ ഇടാറ്? അപ്പൊ അതിന്റെ കണ്ടന്റ്സും അതിന്റെ എന്താ പറയാ കൺസെപ്റ്റ് ഒക്കെ ആരുടെ തലയില അതൊക്കെ ഞാൻ തന്നെ ചേച്ചിയുടെ തലയിൽ കണ്ടന്റ് കണ്ടുപിടിച്ച് വരുന്നത്. കണ്ടന്റ് റാണിയാണ്. ഞാൻ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വാക്ക് കിട്ടിയാൽ മതി, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ കണ്ടന്റ് സെറ്റ് ചെയ്തിട്ട് ഇവരെ കിടന്ന് വിളിക്കണം, ആരും ടൈമിൽ വരത്തില്ല. അതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവളാ മടിച്ചു, ഭയങ്കര മടി. ഞാനാണ് മടിച്ചത് അങ്ങ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇതിപ്പോ ഇവരെയൊക്കെ മാനേജ് ചെയ്തത് ഓരോ ആൾക്കാരും പല പല സ്ഥലത്തായിരിക്കും, പല പല സമയത്തായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവുക? വന്നില്ലെങ്കിൽ നല്ല വഴക്ക് കൊടുക്കും, അപ്പൊ വരും എല്ലാവരും. ഒരു വഴക്കിൽ അപ്പൊ തന്നെ വീട്ടിൽ എന്തായിരിക്കും മാക്സിമം പോയ എന്തോരം ചീത്ത വിളിക്കും? ചീത്തൊന്നും വിളിക്കത്തില്ല, നല്ല വഴക്ക് പറയും, അത്രേ ഉള്ളൂ. എത്ര വീഡിയോസ് എടുക്കും ഒരു ദിവസം? ഡെയിലി എനിക്ക് തോന്നുന്നു ഷോർട്സ് ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടാ എനിക്ക് തോന്നുന്നു അത്ര എന്റെ ഒരു ഇതാണ്. നമുക്ക് ഡെയിലി ഷോർട്സ് ഇട്ടാൽ നമ്മളെ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ റീച്ച് കിട്ടും. ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കണം, അപ്പോഴേ ഈ ഒരു പഴയ വീഡിയോ കുറച്ചുകൂടെ റീച്ച് കേറാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതാ. പിന്നെ നമ്മള് ക്യാപ്ഷൻ കൊടുക്കുമ്പോഴൊക്കെ ഹാഷ്ടാഗ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട അത് കൊടുക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്തേണ്ട ആവശ്യമില്ല, ഷോർട്സിന് വേണ്ട, നല്ല ലോങ് വീഡിയോ ഒക്കെ വേണം. ഇത് ഇതിന്റെ ക്ലാസ് ആയിരുന്നു. പൈസ ഒക്കെ എങ്ങനെയാ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അതായത് 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും, അതോ ഷെയർ അങ്ങനെയൊക്കെ ഉണ്ടോ? അക്കൗണ്ട് ഇല്ല, എന്റെ അക്കൗണ്ടിൽ വരും. നമ്മളെ യൂട്യൂബിൽ നിന്ന് പ്രൊമോഷൻ ആണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പൈസ തരണം. അപ്പൊ ഒരു കറക്റ്റ് എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും അയച്ചിട്ടു. എന്നിട്ട് ഞാൻ പൈസ അയച്ചിട്ടുണ്ടേ എന്ന് പറയും. ഗ്രൂപ്പുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഹാപ്പി ആയിട്ട് അന്ന് പിന്നെ ഫുൾ പർച്ചേസ്, പിന്നെ സമാധാനം കാണൂല. സ്റ്റുഡിയോയിൽ പോവേണ്. ശരിയാണോ നിങ്ങളുടെ മറ്റേ ആസ്ഥാന സ്ഥലം? KFC.